എന്തായിരുന്നു കർത്താവിന്റെ 5 കുറവുകൾ? കർത്താവിന് കണക്കറിയില്ല, കർത്താവിന് ഓർമ്മശക്തിയില്ല, കർത്താവിന് ലോജിക് അറിയില്ല, കർത്താവ് സാഹസം കാണിച്ചവൻ, കർത്താവിന് കൊമേഴ്സും ഇക്കണോമിക്സും അറിയില്ല. പ്രസിദ്ധ ധ്യാനഗുരുവും ബൈബിൾ ചിന്തകനുമായ കർദിനാൾ സേവ്യർ വാൻതുവാന്റെ ഏറെ പ്രസിദ്ധമായതും വിശുദ്ധ ജോൺ പോൾ പാപ്പായെ ഏറെ സ്വാധീനിച്ചതുമായ ധ്യാന ചിന്തയാണ് കർത്താവിന്റെ 5 കുറവുകൾ. യേശു പറഞ്ഞ മുന്തിരിത്തോട്ടത്തിലെ വേലക്കാർ എന്ന ഉപമയെ അടിസ്ഥാനമാക്കിയാണ് കർത്താവിന് കണക്കും എക്കണോമിക്സും അറിയില്ല എന്ന് കർദിനാൾ പറഞ്ഞത്. കാരണം വളരെ ലളിതമാണ്. നമ്മുടെ പറമ്പിൽ ജോലി ചെയ്യുവാൻ കുറച്ചു പേര് വരുന്നു. അവർ രാവിലെ 8 മണിക്ക് ജോലി തുടങ്ങി, 10 മണിക്ക് കുറച്ചു പേർ വന്നു, 12 മണിക്ക്, 2 മണിക്ക്, 4 മണി ആയപ്പോഴും പണിക്കാർ എത്തിയിരുന്നു. 5 മണിക്ക് എല്ലാവരും ജോലി നിർത്തി. എല്ലാവർക്കും നാട്ടു നടപ്പനുസരിച്ച് 8 മണി മുതൽ 5 മണി വരെയുള്ള 800 രൂപ ദിവസക്കൂലി കൊടുക്കുന്നു. എന്നാൽ 10, 12, 2, 4 വന്നവർക്ക് നമ്മൾ ആരെങ്കിലും മുഴുവൻ കൂലി കൊടുക്കുമോ? അങ്ങനെ ആരെങ്കിലും കൊടുത്താൽ 8 മണിക്ക് ആരും ജോലിക്ക് വരില്ല. കാരണം താമസിച്ചു വന്നാലും കൂലിക്ക് കുറവില്ല എന്ന് കരുതി താമസിച്ചു വരും. ഇപ്രകാരം കൂലി കൊടുക്കുന്ന ആളെ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ മാനേജറായോ മറ്റോ ആയി നിയമിച്ചാൽ ആ സ്ഥാപനം എത്ര നാൾ മുൻപോട്ട് പോകും? കച്ചവട ശാസ്ത്രവുമായി യാതൊരു ലോജിക്കുമില്ലാത്ത പ്രവൃത്തിയാണ് ഉടമസ്ഥൻ ചെയ്തത്. ആ ഉടമസ്ഥൻ ഈശോ തന്നെയാണെന്ന് കർത്താവ് ഈ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്താണ് നീതി അർഹതയുള്ളത്? അർഹതയുള്ളവന് നൽകുന്നതാണ് നീതി, അതായത് മാനുഷിക നീതി. എന്നാൽ അർഹതയില്ലാതിരുന്നിട്ട് നൽകുന്നതാണ് ദൈവനീതി. ദൈവം നീതിമാനാണെന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് അർഹതയുള്ളത് മാത്രം തരുന്നവൻ എന്നാണോ? ഒരിക്കലുമല്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിത്തീരും? എന്താണ് നമുക്ക് അർഹതയുള്ളത്? നമ്മുടെ കുറവുകളും കുറ്റങ്ങളും പരിഗണിക്കാതെ സ്വർഗം എന്ന മുന്തിരിത്തോട്ടത്തിലേക്ക് നമ്മെ വിളിക്കുന്നവനാണ് കർത്താവെന്ന് ഈ ഉപമയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്.